ആയിഷ ബീവി റളിയല്ലാഹു തആല കരഞ്ഞുകൊണ്ട് ചോദിക്കാൻ, നബിയെ വാപ്പയില്ല, ഉമ്മയില്ല, കൂടപ്പിറപ്പില്ല, ആരുമില്ല, അപ്പൊ പിന്നെ രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടോ? ആയിഷ ബീവി റളിയല്ലാഹു തആല പറയുന്നുണ്ട്, മൻ ഹൂസിബ, അവിടെ നിന്ന് ആയിഷ ബീവി പറയുന്നുണ്ട്, അള്ളാഹു ഒരു മനുഷ്യനെ വിചാരണയ്ക്ക് വേണ്ടി പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ ഓന്റെ കാര്യം പോയെന്ന. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു ഒരു മനുഷ്യനെ വിചാരണയ്ക്ക് വേണ്ടി പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ അവന്റെ കാര്യത്തിൽ തീരുമാനമായി, അവൻ നശിച്ചുപോയി. അള്ളാഹു വിചാരണയില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന വിഭാഗത്തിൽ പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആയിഷ ബീവി റളിയല്ലാഹു തആല പറയും, എവിടെ നിന്ന് ചോദിച്ചു, നബിയെ രക്ഷപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. നാളെ ഹിസാബില്ലാതെ കടന്നു പോകുന്നത് എന്താ? ഹിസാബ യസീറ എന്ന് പറഞ്ഞൊരു ഹിസാബുണ്ട്. ഹിസാബ യസീർ അള്ളാഹു വിളിച്ചു നിർത്തിയിട്ട് ചോദിക്കും അത്രേ, നീ നിസ്കരിച്ചില്ല, ഇല്ലടാ, ഇല്ല അള്ളാഹുവേ. നീ സദക്ക കൊടുത്തില്ല, ഇല്ല അള്ളാഹു. നീ അങ്ങനെ ചെയ്തില്ല, ഇവിടെ എല്ലാം അംഗീകരിക്കും. അള്ളാഹു നമ്മളോട് ചോദിക്കും, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കും, നമ്മൾ സമ്മതിക്കും. എന്നിട്ട് അവസാനം അള്ളാഹ് പറയും, പോടാ, കയറി സ്വർഗത്തിൽ പോടാന്ന് പറഞ്ഞ് ചിലരെ പറഞ്ഞു വിടും. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 70,000 പേര് ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകും. 70,000 പേര്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 70,000 പേര് നാളെ പടച്ചുറപ്പിന്റെ പരലോകത്ത് ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് കടക്കുകയാണ്. ആ 70,000 പേരുടെ കൂടെ ഓരോ മനുഷ്യന്റെ കൂടെയും 70,000 പേര്. നാളെ എന്റെ സമുദായത്തിലെ ലക്ഷക്കണക്കിന് ആൾക്കാർ നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകുമെന്ന് ലോകത്തിന്റെ നേതാവ് പറയുമ്പോ, ആരാട് പടച്ചവര്? നാളെ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നതാരാ? അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ആരാണ് നബിയേ, ആരാണ് നബിയേ? ഈ കടപ്പുറത്ത് ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, സഹോദരിമാരോട്, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി. വാപ്പയും ഭാര്യയും മക്കളും കൂടപ്പുറപ്പും കൂട്ടുകാരും ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാത്ത ഒരു ദിവസം വരാനുണ്ട്. പെങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, ഇന്ന് പ്രസവിച്ച വേദനയെ കുറിച്ച് പറയുന്ന ഉമ്മമാര്, പ്രസവ വേദന മരണവേദനയാണെന്ന് പറയുന്ന പെങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, ആ ദിവസമെങ്ങാനും ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിൽ അവള് പ്രസവിച്ച വേദന അറിയില്ല ഉമ്മ. നാളെ പടച്ചുറപ്പിന്റെ പരലോകത്ത് വെച്ചുകൊണ്ട് ഒരു പെണ്ണങ്ങാണം പ്രസവിച്ചു പോയാ അവൾ അറിയൂല, ആ പ്രസവ വേദന അവൾ അറിയില്ല. പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന ചോര കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് തന്റെ ഉമ്മയോടുന്ന ദിവസമാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ചോര കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് ഉമ്മയോടി ഒളിക്കുന്ന ദിവസമാ. പെങ്ങള്, സൂര്യനുദിച്ച് നിൽക്കുന്ന ദിവസമുണ്ടല്ലോ, തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങുകയാണ്. ചൂടുള്ള നാളുണ്ടേ, ഖിയാമം നാളാ, ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂളാ. വൻദോശ വണ്ടിയുമായി വരുന്നേ കാളാ, ക്ഷീണത്തിനാലൊലിക്കുന്നതാണേള, സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല തങ്ങു ചെന്നാൽ കോള. തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുന്ന ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. പെങ്ങളെ, നരകമൊന്നുമല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇവിടെന്ന് പറയുകയാണ്, സ്വന്തം മക്കളുണ്ടല്ലോ, ആ ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് കാല് പൊള്ളുന്ന സമയത്ത് പടച്ച റബ്ബിനോട് പറയുന്നു, നാഥാ, എന്റെ ഉമ്മാനെ ഒന്നും മലത്തി കടത്തിത്താ അല്ലാ, ഞാൻ അവരുടെ നെഞ്ചത്ത് കയറി ഞാനൊന്ന് നിൽക്കട്ടെ റബ്ബേ എന്ന് സ്വന്തം മക്കള് പറയുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ. വൈദാ റഅതഹും മിൻ മകാനിൻ ബഈദ്
ശദീദ് സമിഉ ലഹാ തഗയ്യുളൻ വസഫീറാ. നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന മലക്കും തന്റെ അനുയായികളും നരകത്തിന്റെ ഒരു ഭാഗത്തെ ഇങ്ങനെ കൊണ്ടുവരികയാ. മോനെ, കടൽ കാണുന്നവനല്ലേ, ഇതിനൊരു അവസാനമില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന നരകത്തിന്റെ ഒരു ഭാഗത്തെ കൊണ്ടുവരികയാ. എങ്ങനെയാ കൊണ്ടുവരുന്നത്? 70,000 ചങ്ങലകളില് 70,000 ചങ്ങലകൾ കൊണ്ട് നരകത്തിന്റെ ഒരു ഭാഗത്തെ ബന്ധിപ്പിക്കുകയാണ്. എന്നിട്ട് ഒരു ചങ്ങലയിൽ പിടിക്കുന്നത് 70,000 മലക്കുകള്. ഒരു ചങ്ങലയിൽ ഒരു കൊളുത്തിന്റെ വലിപ്പമുണ്ടല്ലോ, ഈ പ്രപഞ്ചത്തിനെക്കാളും വലുതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ആ ചങ്ങലകളിലെ നരകത്തിന്റെ ഒരു ഭാഗത്തെ തല താഴ്ത്തി പിടിച്ച് കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ മലക്കുകൾ വലിച്ചു കൊണ്ടുവരുന്ന രംഗം കാണുമ്പോ നിന്റെ മകൻ അല്ലാഹുവോട് പറയുന്നു, നാഥാ, എന്റെ വാപ്പയുടെ നന്മയെടുത്ത് എനിക്കിതാ തമ്പുരാന് എന്റെ പാപം മുഴുവനും എന്റെ വാപ്പാന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് അല്ലാഹുവേ എന്റെ വാപ്പാനെ അതിനകത്ത് വലിച്ചെറി, എന്നിട്ട് എനിക്ക് സ്വർഗം താ തമ്പുരാന്. തികയുന്നില്ലെങ്കിൽ ഉമ്മാനെ കാണിച്ചു കൊടുക്കും, കുടുംബക്കാരെ കാണിച്ചു കൊടുക്കും. എന്നിട്ടും അവന് പറയും, ഈ ലോകത്തുള്ള സർവരുടെയും നന്മയെടുത്ത് എനിക്ക് തന്നിട്ട് എന്നെ വേണമെങ്കിൽ നീ സ്വർഗത്തിലേക്ക് വിടു തമ്പുരാന്, ഇവനെ നരകത്തിലേക്ക് വലിച്ചെറിയണേ എന്ന് മക്കള് പറയുന്ന ഒരു ദിവസമുണ്ടല്ലോ. ആരാര് തിരിഞ്ഞു നോക്കാത്ത പടച്ച റബ്ബിന്റെ പരലോകത്ത് ഇസ്രാഫീൽ എന്ന മലക്ക് സൂറന്ന കാഹളത്തിൽ ഊതിക്കടിയുമ്പോ പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പെന്താരങ്ങളിൽ കൊടികൊത്തി വെച്ച് ഇടഞ്ഞും നടന്നും കുഷ്ഠരോഗിയെ പോലെ ഉഹുദുമലയോളം വലിപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് 41 വിഭാഗത്തില് നാളെ പടച്ചുറപ്പിന്റെ പരലോകത്തേക്ക് ജനങ്ങളെ കടന്നു വരികയാണ്. വെച്ചിരിക്കുന്ന കാലനക്കൂല, വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കൂല. ആ ദിവസം എല്ലാവരും അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുമ്പോ സഹാബാ, ചില വിഭാഗം ആൾക്കാരുണ്ടല്ലോ, അവര് നാളെ വിചാരണയില്ലാതെ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അവിടുന്ന് ചോദിക്കുന്നു, നബിയെ, ആരാ നബിയേ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ആ ഭാഗ്യവാന്മാരാരാണ് നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുവോ? നാളെ വിചാരണയില്ലാതെ, നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുവോ? സ്വഹാബാ, അല്ലാഹു പരീക്ഷണങ്ങൾ കൊടുക്കുമ്പോൾ ജീവിതത്തിൽ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും ഒന്നിനു പുറകെ ഒന്നൊന്നായി ജീവിതത്തിലേക്ക് പരീക്ഷണങ്ങൾ പേമാരി പോലെ പെയ്തിറങ്ങുമ്പോ ഇതെല്ലാം അല്ലാഹുവിന്റെ തീരുമാനമാണ്, ഇതെല്ലാം പടച്ചുറപ്പിന്റെ തീരുമാനമാണ് എന്ന് കരുതിയിട്ട് ക്ഷമിക്കുന്നവനുണ്ടല്ലോ, വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്, അവൻ നാളെ വിചാരണയില്ലാതെ സ്വർഗത്തിൽ കിടക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നാളെ വിചാരണയില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന ഒന്നാമത്തെ വിഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം തരുമ്പോ ഇത് റബ്ബിന്റെ തീരുമാനമാണെന്ന് കരുതിയിട്ട് ക്ഷമിക്കുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുന്നവൻ. എന്റെ പ്രിയമുള്ളവരെ, നമുക്കതാ ഇല്ലാതെ പോയത്, നമുക്കത് തന്നെയാ ഇല്ലാതെ പോയതും. നമുക്ക് ക്ഷമിക്കാനുള്ള മനസ്സില്ല. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങൾ തരുമ്പോൾ നമ്മൾ പരാതി പറയുന്നവരാ. അല്ലാഹു തരുന്ന പരീക്ഷണങ്ങൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് ഈമാൻ കാര്യത്തിൽ 6ാമത്തെ കാര്യം എന്തെന്നറിയോ? ഇപ്പൊ ജീവിതത്തിൽ കടലിൽ പോയി മീൻ പിടിക്കുന്നു, ഒന്നും കിട്ടുന്നില്ല, വീട്ടിൽ സന്തോഷമില്ല, പ്രശ്നങ്ങളാണ്, പ്രയാസമാണ്, ദുഃഖമാണ്, ദുരിതമാണ്. ഇതൊക്കെ ഉണ്ടാകുമ്പോ പറയും, ആരോ എനിക്കെന്തോ കൂടോത്രം ചെയ്ത് വെച്ചിരിക്കുക, അതുകൊണ്ടാ വീട്ടിൽ സമാധാനം ഇല്ല. നമ്മൾ അങ്ങനെ വിചാരിക്കുന്നവരാ.
ആരോ ഞാൻ നശിച്ചു പോകുന്നതിന് വേണ്ടി മുട്ട കുഴിച്ചിട്ടത് കൊണ്ട് ഇങ്ങനെ ആയത് എന്ന് കരുതുന്നവരുണ്ട്. അതൊന്നും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, അതൊന്നും നിഷേധിക്കുന്നതല്ല. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈമാൻ കാര്യത്തിൽ ആറാമത്തെ എന്താ? വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. നന്മയും തിന്മയും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നാണ് ഉണ്ടാകുന്നതെന്ന് വിശ്വസിച്ചാലേ നീ ഒരു യഥാർത്ഥ വിശ്വാസിയാകൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം അള്ളാന്റെ തീരുമാനങ്ങളാണ്. ഞാൻ എൻ്റെ ഉമ്മാന്റെ വയറ്റിൽ കിടന്നപ്പോഴേ ഒരു മലക്ക് വന്നിട്ട് എൻ്റെ ജീവിതകാലം മുഴുവൻ അനുഭവിക്കാനുള്ളത് മുഴുവൻ എഴുതി വെച്ചിരിക്കുക. അത് ഞാൻ അനുഭവിക്കുക തന്നെ വേണ്ടേ? എന്റെ ഉമ്മാന്റെ വയറ്റിൽ കിടന്നപ്പോഴേ എല്ലാം ചെയ്തു വെച്ചിരിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, അതെല്ലാം അനുഭവിക്കാതെ വഴിയില്ലല്ലോ. അപ്പോൾ എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ചോദിക്കും, ഉസ്താദേ ഞാൻ നിസ്കരിക്കുന്നവനാട്, ഖുർആൻ ഓതുന്നവനാട്, സദഖ കൊടുക്കുന്നവനാട്, മജ്‌ലിസുൻ നൂറിൽ പങ്കെടുക്കുന്നവനാട്, എല്ലാ നല്ല കാര്യങ്ങളും ഞാൻ മുൻപിൽ നിൽക്കുന്നവനാണല്ലോ, എനിക്ക് അല്ലാഹു ഇങ്ങനെ തന്നല്ലോ. പറയല്ലേ മുസ്ലിമേ, അല്ലാഹുവിൻ എന്നോട് എന്തോ ദേഷ്യമുള്ളത് കൊണ്ടാണ്, പടച്ചവൻ എന്നോട് ദേഷ്യമുള്ളത് കൊണ്ടാണ് പരീക്ഷണം തരുന്നതെന്ന് പറയുന്നവര് ഒരിക്കലും നിന്റെ നാവ് കൊണ്ടങ്ങനെ പറയല്ലേ. അള്ളാഹുവിന് നിന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, അള്ളാഹുവിന് നിന്നെ വെറുപ്പായത് കൊണ്ടല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, ഇന്ന അശദ്ദന്നാസി ബലാഗാ അൽ അംബിയാ. ലോകത്ത് അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തതാർക്കാ? എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളോട് വെറുപ്പുള്ളത് കൊണ്ടല്ല, നിങ്ങളോട് ദേഷ്യമുള്ളത് കൊണ്ടല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, അള്ളാഹുവിന് ഇഷ്ടമുള്ളവർക്ക് അള്ളാഹു പരീക്ഷണങ്ങൾ കൊടുക്കും. അള്ളാഹു ഒരുപാട് കണ്ണുനീര് കുടിപ്പിക്കും. ഒന്നിനു പുറകെ ഒന്നായി ജീവിതത്തിലേക്ക് ദുഃഖങ്ങൾ ഇങ്ങനെ പേമാരി പോലെ പെയ്തിറങ്ങും. അള്ളാന്റെ റസൂല് പറയുകയാ, ഇന്ന അശദ്ദന്നാസി ബലാഗാ. ഈ ലോകത്ത് അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചതാരെയെന്നറിയുവോ? കള്ളുകുടിയന്മാരെയല്ല, വ്യഭിചാരികളെയല്ലോ, പലിശ തിന്നവരെയല്ലോ, കാഫിരീങ്ങളെയല്ലോ, അഹങ്കാരികളെയല്ല. അള്ളാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് അള്ളാഹുവിന്റെ പ്രവാചകന്മാരെയാ. ആദം നബി മുതൽ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള 1,24,000 പരം വരുന്ന അംബിയാ മുർസലീങ്ങൾ ഉണ്ടല്ലോ, അവരെയാണ് അല്ലാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത്. അവർക്കാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത്. ആ പ്രവാചകന്മാരിൽ വെച്ച് ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിപ്പിച്ചതാരെയെന്നറിയോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. ലോകത്തിന്റെ നേതാവിനെയാണ് അല്ലാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിപ്പിച്ചത്. വെറുപ്പുള്ളത് കൊണ്ടാണോ? ജനിക്കുന്നതിന് മുമ്പേ വാപ്പ പോയി. പടച്ചവനെ, ജനിക്കുന്നതിന് മുമ്പേ വാപ്പ പോയി. യതീമായിട്ടാണ് ലോകത്തേക്ക് കടന്നു വന്നത്. അല്ലാഹുവേ, കണ്ടു കൊതിതീരുന്നതിന് മുമ്പ് ഉമ്മയും പോയി. സ്നേഹിച്ചവരൊന്നായി ജീവിതത്തിൽ നിന്ന് പിരിഞ്ഞു പോവുകയാ. വല്ലാത്ത പ്രയാസമായിരുന്നല്ലോ, ഒറ്റപ്പെടലിന്റെ ജീവിതമായിരുന്നല്ലോ, താങ്ങാൻ കഴിയാത്ത വേദനകളായിരുന്നല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജീവിതം എടുത്തു നോക്കൂ. വല്ലാത്ത പ്രയാസങ്ങളും വല്ലാത്ത ദുഃഖങ്ങളും ദുരിതങ്ങളും. എന്റെ പ്രിയമുള്ളവര്, പ്രവാചകന്റെ ജീവിതം വല്ലാത്ത ജീവിതമായിരുന്നു. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, വാപ്പാ നിന്നോട് വെറുപ്പുള്ളത് കൊണ്ടല്ല നിനക്ക് അല്ലാഹു രോഗം തന്നത്. നിന്നെ കിടന്ന കിടപ്പിൽ കടത്തിയത് നിന്നോടുള്ള വെറുപ്പ് കൊണ്ടല്ല. നിനക്ക് പട്ടിണി തരുന്നത്, നിനക്ക് കടം തരുന്നത്, നിനക്ക് അല്ലാഹു റിസ്ക് തരാത്തത്, ഇതെല്ലാം നിന്നോട് പടച്ച റബ്ബിനുള്ള വെറുപ്പ് കൊണ്ടല്ല, അല്ലാഹുവിന് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു ചില പരീക്ഷണം കൊടുക്കുമെന്ന് ഖുർആനാ പറഞ്ഞത്. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാൽ വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരി സ്വാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله
وإنا إليه راجعون. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു കൊടുക്കുന്ന പരീക്ഷണങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ, അല്ലാഹുവിന് നിന്നെ വല്ലാത്ത ഇഷ്ടമാ. നിനക്ക് സ്വർഗ്ഗം തരണ്ട്, നിനക്ക് അല്ലാഹു സ്വർഗ്ഗം തരണ്ട്. നിന്റെ കയ്യിൽ ഇബാദത്തില്ലല്ലോ, നിന്റെ കയ്യിൽ ദിക്റുകളില്ലല്ലോ, നിന്റെ കയ്യിൽ സദഖകളില്ലല്ലോ, നിന്റെ കയ്യിൽ ഒരുപാട് സൽക്കർമ്മങ്ങളില്ലല്ലോ. അതുകൊണ്ട് പടച്ചവൻ നിനക്ക് ചില പരീക്ഷണങ്ങൾ തന്നിട്ട് അതിനു പകരം അല്ലാഹു സ്വർഗ്ഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഒരു തലവേദന വരുമ്പോൾ, ഒരു പനി വരുമ്പോൾ, എന്തെങ്കിലും നിസാര ഒരു രോഗം വരുമ്പോ പരാതി പറയുന്ന മനുഷ്യ, ഒരിക്കലും പരാതി പറയല്ലേ, ഒരിക്കലും നീ അല്ലാഹുവിനെ കുറ്റപ്പെടുത്തല്ലേ. അല്ലാഹു എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ തന്നോ എന്ന് പറയല്ലേ. മോനെ, മഹാനായ സയ്യിദുനാ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് അതാ സ്വഹാബികൾ കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ശത്രുക്കളുടെ ഉപദ്രവം സഹിക്കാൻ കഴിയുന്നില്ല നബിയേ. അബ്ദുല്ലാഹ് ഇബ്നു അറത്ത് റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് തന്റെ വസ്ത്രമങ്ങ് മാറ്റി കാണിക്കുകയാ. പടച്ചവരെ, പച്ചയിറച്ചി ഇങ്ങനെ കുത്തിയെടുത്തിരിക്കുകയാണ്. തന്റെ എല്ലുകൾ വെളിയിൽ കാണോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്ന് കരഞ്ഞുകൊണ്ട് പരാതി പറയുമ്പോ റസൂലുള്ളാഹ് പറഞ്ഞു, സഹാബാ, നിങ്ങളുടെ മുൻഗാമികളുടെ അവസ്ഥ എന്തെന്നറിയോ? നിങ്ങളുടെ മുൻഗാമികളുടെ അവസ്ഥ എന്തായിരുന്നെന്നറിയുവോ? അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചതിന്റെ പേരില് കുടിയെടുത്തിട്ട് കുടിക്കകത്തേക്ക് അവരെ ഇറക്കി നിർത്തുകയാണ്. എന്നിട്ട് ഈർച്ചവാളെടുത്ത് അവരുടെ തലയുടെ മധ്യഭാഗത്ത് വെച്ചിട്ട് ചോദിക്കുകയാ, ഇസ്ലാമിൽ നിന്ന് മടങ്ങി വരുവോ? ഇല്ലെന്ന് പറയുമ്പോ പേപ്പർ മുറിക്കുന്നത് പോലെ അല്ലാഹുവേ, ഈർച്ചവാള് വെച്ചവരെ മുറിച്ചു മാറ്റുമായിരുന്നു എന്ന് പ്രവാചകൻ പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ, അല്ലാഹു തന്നെ ചോദിക്കുകയാ, അല്ലാഹു തന്നെ ചോദിക്കുകയാ, പടച്ച റബ്ബിന്റെ സ്വർഗ്ഗം വെറുതെ കിട്ടുമെന്ന് നീ കരുതുന്നുണ്ടോ? അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് വെറുതെ അങ്ങ് കടന്നു പോകാമെന്ന് നീ കരുതുന്നുണ്ടോ? അല്ലാഹു പറയുന്നു, ഇല്ല മനുഷ്യ, നിന്റെ മുൻഗാമികൾ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇതെല്ലാം നീ നേരിടാതെ റബ്ബിന്റെ സ്വർഗ്ഗം നിനക്ക് കിട്ടില്ല എന്ന് പ്രവാചകനും ഖുർആനും പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ, ജീവിതത്തിൽ ഞാനോ നിങ്ങളോ ഇന്ന് വരെ വിശന്നിട്ട് പച്ചില പറിച്ച് തിന്നിട്ടുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകനും കുടുംബവും കഴിക്കാൻ ഭക്ഷണമില്ലാതെ വൃക്ഷത്തിന്റെ ഇലകൾ പറിച്ച ചരിത്രമങ്ങ് മറന്നുപോയോ? ഇലയുടെ മുകളിലൂടെ നടന്നുപോയ പുഴുക്കളെ പോലും വിശപ്പ് കാരണം എടുത്ത് കടിച്ചില്ലേ? 13 വർഷക്കാലം സമാധാനമില്ലാതെ ലോകത്തിന്റെ നേതാവ് പേടിച്ചു വിറച്ച് നടന്നില്ലേ? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു എന്തെങ്കിലും ഒരു രോഗം തരുമ്പോ പരാതി പറയുന്ന ഉമ്മ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ ഒരു നബിയുടെ കഥ പറഞ്ഞു തരികയാ, ഒരു പ്രവാചകന്റെ ചരിത്രം പറഞ്ഞു തരികയാ. ഏത് പ്രവാചകനെന്നറിയോ? മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം. അല്ലാഹുവേ, അയ്യൂബ് നബിയുടെ ചരിത്രം വായിക്കണം ചെറുപ്പക്കാരാ. അയ്യൂബ് നബിയുടെ ചരിത്രം പഠിക്കണം പൊന്നുമോരെ. അല്ലാഹു ഒരുപാട് പരീക്ഷണം കൊടുത്ത പ്രവാചകനാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം. 81 വർഷക്കാല സുഖ ആഡംബരങ്ങൾക്ക് നടുവില് പട്ടിണിയും ദുരിതവും വേദനയും പ്രയാസവും എന്താണെന്നറിയാതെ ജീവിച്ച പ്രവാചകരോ അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു ഒരു പരീക്ഷണം കൊടുക്കുകയാണ്. പടച്ചവരെ, ലോകത്ത് ഇന്ന് വരെ ഒരാൾക്കും കൊടുക്കാത്ത ഒരു രോഗം അല്ലാഹു കൊടുക്കുകയാ. അവിടത്തെ ശരീരമുണ്ടല്ലോ, അവിടത്തെ ശരീരമുണ്ടല്ലോ, പടച്ച റബ്ബേ, പഴുത്തിങ്ങനെ പൊങ്ങുകയാണ്. അതാ അവിടെ നിങ്ങനെ പൊട്ടി ഒലിക്കുകയാ. പടച്ചവരെ,
വല്ലാത്ത ദുർഗന്ധമാണ്. അയ്യൂബ് നബിയെ കാണുമ്പോ ജനങ്ങൾ മുഴുവനും ഓടി വിളിക്കുകയാണ്. അല്ലാഹുവേ, മാരകമായ രോഗം കൊടുത്തു. ഓരോ ദിവസം കഴിയുമ്പോഴും രോഗം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് മരുന്ന് കഴിച്ചിട്ടും രോഗം മാറുന്നില്ലോ. അവിടത്തെ പടച്ചവര് ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് നാട്ടുകാരും കുടുംബക്കാരും മാറ്റി ഓടിക്കുകയോ. പെങ്ങള് അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ ആട്ടിയോടിക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ റഹ്മത്ത് ബീബി റളിയല്ലാഹു തആല അൻഹ എല്ലാവരും കൂടെ ഭർത്താവിനെ ആട്ടിയിറക്കുമ്പോ പടച്ചവനെ അയ്യൂബ് നബിയുടെ ഭാര്യ കൂടെ നടക്കുകയാണ്. പെങ്ങളെ, പഠിക്കണം പൊന്നുമോള്. ജീവിതത്തിൽ പഠിക്കേണ്ട ചരിത്രമാണ് റഹ്മത്ത് ബീബിയുടെ ചരിത്രം പൊന്നുമോള്. ഭർത്താവിന്റെ കഴുത്തറത്ത് കൊന്നിട്ട് ഓടുന്ന പെണ്ണുങ്ങൾക്ക് പഠിക്കാറുള്ള കഥയാ. അല്ലാഹുവേ, അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു മാരകമായ രോഗമാണ് കൊടുത്തത്. അവസാനം നടക്കാൻ കഴിയില്ലോ. പടച്ചവനെ, എങ്ങനെയാണ് ജീവിച്ചതെന്നറിയോ? അയ്യൂബ് നബി അലൈഹിസ്സലാമിന് റഹ്മത്ത് ബീബി എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ കൊച്ചു കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് നടക്കുന്നത് പോലെ അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ എടുത്തുകൊണ്ടാണ് റഹ്മത്ത് ബീബി നടന്നത്. അവസാനം നോക്കുമ്പോ ശരീരത്തിൽ നിന്ന് മാംസങ്ങൾ ഇങ്ങനെ താഴെ വീഴുകയോ. ഒട്ടും വയ്യാതെ ഇരിക്കുന്ന അയ്യൂബ് നബിയെ കണ്ടപ്പോ റഹ്മത്ത് ബീബി പറയുന്നു, നബിയേ, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാണല്ലോ. നിങ്ങൾ ദുആ ചെയ്താൽ അല്ലാഹു ദുആ സ്വീകരിക്കുമല്ലോ. നിങ്ങളുടെ ഈ രോഗമൊന്ന് മാറാ ഒന്ന് ദുആ ചെയ്തുകൂടെ നബിയേ? അയ്യൂബ് നബി അലൈഹിസ്സലാമിനോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ റഹ്മത്ത് ബീബി ചോദിക്കുമ്പോ അയ്യൂബ് നബി കരയുകയോ. കരഞ്ഞുകൊണ്ട് പറയുന്നു, റഹ്മത്തേ, 81 കൊല്ലം അല്ലാഹു എനിക്ക് പണം തന്നല്ലോ, എനിക്ക് അധികാരം തന്നല്ലോ, എനിക്ക് സുഖം തന്നല്ലോ, എനിക്ക് ആരോഗ്യം തന്നല്ലോ, എനിക്ക് കൊട്ടാരങ്ങൾ നൽകിയല്ലോ, എനിക്ക് ഭാര്യമക്കളെ നൽകിയല്ലോ. എന്തിനാ അല്ലാ ഇതെനിക്ക് തന്നതെന്ന് ഇന്ന് വരെ ഞാൻ ചോദിച്ചിട്ടില്ല. ചോദിക്കാൻ നീ പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് പടച്ചവൻ എനിക്കൊരു ചെറിയ പരീക്ഷണം തന്നപ്പോ അല്ലാഹുവോട് പരാതി പറയാൻ എനിക്ക് വയ്യ. എന്നെ നോക്കി മടുത്തെങ്കില് നിനക്ക് നിന്റെ വഴി നോക്കാമെന്ന് അയ്യൂബ് നബി പറയുമ്പോ പെങ്ങള് 1 വർഷമല്ല, 10 വർഷമല്ല, 18 കൊല്ലം ഇതുപോലെ നടന്നു. അയ്യൂബ് നബി അലൈഹിസ്സലാമിന് തന്റെ പ്രിയപ്പെട്ട ഭാര്യ റഹ്മത്ത് ബീബി റളിയല്ലാഹു തആല അൻഹ ഒരു കുഞ്ഞിനെ ചുമക്കുന്നത് 10 മാസമാ, 9.5 മാസമാ. പക്ഷേ റഹ്മത്ത് ബീബി എന്ന് പറയുന്ന ഭാര്യയുണ്ടല്ലോ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ചുമന്നത് 18 കൊല്ലമോ. എല്ലും തോലുമായ അയ്യൂബ് നബിയെ കുഞ്ഞുങ്ങളെ ചുമക്കുന്നത് പോലെ റഹ്മത്ത് ബീബി ചുമന്നെന്ന് ചരിത്രം പറയുമ്പോ അയ്യൂബ് നബി അലൈഹിസ്സലാം ഒരിക്കൽ പോലും പടച്ച റബ്ബിനോട്, നാഥാ, എന്റെ രോഗമൊന്ന് മാറ്റിത്താല്ലോ, അവിടെന്ന് ഒരിക്കൽ പോലും ദുആ ചെയ്തില്ലോ. ഈ 18 കൊല്ലവും ഇങ്ങനെ നടക്കുകയാണ്. അവസാനം അയ്യൂബ് നബി അലൈഹിസ്സലാം എല്ലാ ദിവസവും ശൈത്താമെന്ന് നോക്കുകയാ. അയ്യൂബ് നബി പരാജയപ്പെടുന്നുണ്ടോ? അയ്യൂബ് നബി ദുആ ചെയ്യുന്നുണ്ടോ? എല്ലാ ദിവസവും മടങ്ങി പോവുകയാണ്. ഒരു ദിവസം നോക്കുമ്പോ അയ്യൂബ് നബി ഇരുന്ന് കരയുകയോ. പടച്ചവനെ, ശൈത്താന് വല്ലാത്ത അത്ഭുതമായി. അല്ലാഹുവേ, അയ്യൂബ് നബി തന്റെ കരങ്ങൾ ഉയർത്തുകയാണ്. തന്റെ 2 കരങ്ങൾ ഉയർത്തിയിട്ട് അയ്യൂബ് നബി അല്ലാഹുവോട് ദുആ ചെയ്യുകയാ. ശൈത്താൻ അടുത്ത് ചെന്ന് നോക്കുമ്പോ അയ്യൂബ് നബി അല്ലാഹുവോട് പറയുന്നു, നാഥാ, എനിക്ക് ഇന്ന് വരെ ഒരു സുബ്ഹാനല്ലാഹ് പറയാറ്, ഒരു അൽഹംദുലില്ലാഹ് പറയാ, ഒരു ദിക്ർ പറയാറ് എന്നെ കൊണ്ട് കഴിയുമായിരുന്നു. ഇന്നതിനെ കഴിയുന്നില്ല റബ്ബേ.
അതുകൊണ്ട് എന്റെ നാവിലെ രോഗം മാത്രം ഒന്ന് മാറ്റിത്തരുവോ അല്ലാ. അപ്പോഴും തന്റെ രോഗം മാറ്റണമെന്നല്ല പറഞ്ഞത്. വഇന്നീ മസ്സനിയദ്ദുർറു അൻത അർഹമുർ റാഹിമീൻ. അപ്പോഴും അല്ലാഹുവിനോട് പറയുന്നത്, പടച്ചവരെ എന്റെ ഈ പ്രയാസമൊന്ന് മാറ്റിത്താ അല്ലാഹ്. 18 കൊല്ലം നടന്നിട്ട് ഒരിക്കൽ പോലും ദുആ ചെയ്തില്ലെങ്കിൽ ആ നബി കിടക്കുന്ന സ്വർഗ്ഗമോ ആ പ്രവാചകൻ കിടക്കുന്ന സ്വർഗ്ഗമോ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നവര്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയോ, ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും വേദനകളും ഒന്നിനു പുറകെ ഒന്നൊന്നായി ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ ഇത് പടച്ചുറപ്പിന്റെ തീരുമാനമാണ്, ഇത് അല്ലാഹുവിന്റെ തീരുമാനമാണ് എന്ന് കരുതിയിട്ട് ക്ഷമിക്കുന്നവനുണ്ടല്ലോ, അവൻ നാളെ പടച്ചുറപ്പിന്റെ പരലോകത്ത് കടന്നു വരുമ്പോ ആ വിചാരണയുടെ സമയമുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂല് പറയുകയോ, അവൻ നാളെ വിചാരണയില്ലാതെ റബ്ബിന്റെ സ്വർഗ്ഗത്തിൽ കിടക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒന്നാമത്തെ വിഭാഗം ജീവിതത്തിൽ പരീക്ഷണം ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കുന്നത് അല്ലാഹ്ക്ക് എന്തോ എന്നോട് വെറുപ്പുള്ളത് കൊണ്ടാ എനിക്ക് ഈ പരീക്ഷണങ്ങൾ. അല്ല മനുഷ്യ, സ്നേഹം കൊണ്ടാ. അല്ലാഹ്ക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമായത് കൊണ്ടാ അല്ലാഹു നിനക്ക് പരീക്ഷണങ്ങൾ തരുന്നത്. അല്ലാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, പരീക്ഷണമുണ്ടാകുന്ന സമയത്ത് ഒന്നുകിൽ ഭർത്താവ് ഭാര്യയ്ക്ക് ധൈര്യം കൊടുക്കണം, ഒന്നെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവ് ധൈര്യം കൊടുക്കണം, അല്ലെങ്കിൽ ഭർത്താവിന് ഭാര്യ ധൈര്യം കൊടുക്കണം. ഇത് ദീനുണ്ടെങ്കിലേ കഴിയത്തുള്ളൂ. ഒരു ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയാണ് ജൗഫർ റളിയല്ലാഹു തആല അൻഹു. പടച്ചവരെ, ജൗഫർ തങ്ങളുടെ ചരിത്രം നമുക്കറിയുമല്ലോ. അല്ലാഹുവേ, ഒരു ദിവസം വീട്ടിലേക്ക് ഓടി വരികയാണ്. വല്ലാത്ത സന്തോഷത്തിൽ ജൗഫർ ഇങ്ങനെ ഓടി വരികയാ. പ്രവാചകൻ അല്ലാഹുവേ വീട്ടിലേക്ക് ഓടി വരുന്നു. പ്രിയപ്പെട്ട ഭാര്യ ചോദിക്കുന്നു, എന്തേ എന്ന് വല്ലാത്ത സന്തോഷമെന്ത്? അവിടെന്ന് പറയുന്നു, പെണ്ണേ, ഇന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നമ്മുടെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ട്. ഇന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നമ്മുടെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്നു. അതിന്റെ സന്തോഷമാണെന്ന് പറയുമ്പോ ഭാര്യയും ഭർത്താവും സന്തോഷം കാരണം തുള്ളിച്ചാടുകയാ. രണ്ടുപേർക്കും വല്ലാത്ത സന്തോഷമായി. അവിടെ നിന്ന് പറഞ്ഞു, പെണ്ണേ, നീ പെട്ടെന്ന് റസൂലുള്ളാഹിന്റെ ഭക്ഷണം ഉണ്ടാക്കൂ. അതാ ജൗഫർ തങ്ങൾ അതാ കടന്നു ചെന്നിട്ട്, പ്രവാചകന് ആട്ടിറച്ചി വല്ലാത്ത ഇഷ്ടമാ. അവിടെ ഒരാടിനെ പിടിച്ചു അറുക്കുകയാണ്. പെട്ടെന്ന് വൃത്തിയാക്കിയിട്ട് പ്രവാചകന് കൊടുക്കുന്നതിന് വേണ്ടി അടുക്കളയിൽ ഇരുന്ന് ഭക്ഷണം വെക്കുകയാ. അതാ ഒരാള് ചപ്പാത്തി ഉണ്ടാക്കുന്നു, ഒരാള് ഇറച്ചിക്കറി റെഡിയാക്കുന്നു. പടച്ചവനെ, രണ്ടുപേരും വല്ലാത്ത സന്തോഷത്തിലാണ്. ആ സമയം വീടിന്റെ വെളിയിൽ 2 പിഞ്ചുമക്കൾ നിന്ന് കളിച്ചു കൊണ്ടിരിക്കുകയാ. 2 മക്കള് വീടിന്റെ വെളിയിൽ നിന്ന് കളിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ജ്യേഷ്ഠൻ അനുജനോട് ചോദിക്കുന്നു, മോനെ, വാപ്പാടിനെ അറുക്കുന്നത് കണ്ടോ മോനെ? ജ്യേഷ്ഠൻ അനുജനോട് ചോദിക്കുകയാ, വാപ്പാടിനറുക്കുന്നത് കണ്ടു? അനുജൻ പറഞ്ഞു, ഇല്ല ഇക്കാ, വാപ്പാടിനറുക്കുന്നത് ഞാൻ കണ്ടില്ല. കാണണോ മോനെ? വാപ്പാടിനറുത്തത് എങ്ങനെയാണെന്ന് കാണണോ പൊന്നുമോന്? അനുജൻ പറഞ്ഞു, കാണണമിക്കാ. എന്തേ ചെയ്തതെന്നറിയോ? വാപ്പാടിനറുത്തിട്ട് വെച്ച കത്തിയെടുത്തുകൊണ്ട് വരികയാണ്. വാപ്പാടിനറുത്തിട്ട് വെച്ച കത്തിയെടുത്തുകൊണ്ട് വരികയാ. എന്നിട്ട് വാപ്പാടിനെ പിടിച്ചു കിടത്തിയതുപോലെ തന്റെ അനുജനെ പിടിച്ച് കിടത്തിയിട്ട് അതാ കഴുത്തിന്റെ മുകളിലേക്ക് കത്തിയെടുത്ത് വെക്കുകയാണ്. വാപ്പാടിനറുത്തതിനെ പോലെ, വാപ്പാടിന്റെ കഴുത്തിൽ കത്തി വെച്ചറുത്തതുപോലെ ജ്യേഷ്ഠൻ തന്റെ അനുജന്റെ കഴുത്തിൽ വെച്ച് കത്തി അറുക്കുകയാ. സുബ്ഹാനല്ലാഹ്. തന്റെ പൊന്നാര അനുജന്റെ കഴുത്തങ്ങ് മുറിയുകയാണ്. റബ്ബേ, രക്തം ഇങ്ങനെ ഒലിക്കുകയാണ്.
അവിടെ നിന്ന് രക്തം ഇങ്ങനെ കഴുത്തിൽ നിന്ന് ഒലിക്കുകയാണ്. തന്റെ കൂടപ്പുറപ്പ് കണ്ണിന്റെ മുന്നിൽ കിടന്നു പിടയുകയാ. തന്റെ കണ്ണിന്റെ മുന്നിൽ കിടന്നു പിടഞ്ഞു മരിക്കുകയാ. വാപ്പയും ഉമ്മയും വീടിന്റെ അകത്തിരുന്ന് ഭക്ഷണം ഉണ്ടാക്കുകയാ. രണ്ടുപേരും ഒന്നും അറിയുന്നില്ലോ. ഇളയ മകൻ തന്റെ കൂടപ്പുറപ്പിന്റെ കണ്ണിന്റെ മുന്നിൽ കിടന്ന് പിടഞ്ഞു മരിക്കുകയാണ്. കയ്യിലിരുന്ന കത്തിയെടുത്ത് വലിച്ചെറിഞ്ഞിട്ട് മൂത്ത മകൻ ഓടുകയാ. പേടിച്ച് വിറച്ചുകൊണ്ട് ആ പൊന്നുമകൻ ഓടുകയാണ്. ഉയരമുള്ള ഒരു സ്ഥലത്തേക്ക് ഓടിക്കേറുമ്പോ കാല് തെറ്റികെട്ട് താഴെ വീഴുകയാ. തല വന്ന് തറയിലടിച്ചിട്ട് ആ പൊന്നുമോന്റെ തലയൂട്ടി പൊട്ടിപ്പിളരുകയാണ്. തലച്ചോറ് പോലും വെളിയിലേക്ക് തെറിക്കുകയാ. ആ പൊന്നുമോനും അവിടെ കിടന്ന് മരണപ്പെടുകയാണ്. പടച്ചവരെ, രണ്ട് മക്കള് വീടിന്റെ വെളിയിൽ മരിച്ചു കിടക്കുമ്പോ ഭാര്യയും ഭർത്താവും ഒന്നും അറിയാതെ വീടിന്റെ അകത്ത് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാ. പടച്ചവരെ, നെയ് തീർന്നുപോയി. വാങ്ങുന്നതിന് വേണ്ടി ജൗഫർ തങ്ങളുടെ ഭാര്യ പുറത്തേക്ക് ഇറങ്ങുമ്പോ അല്ലാ, ഒരുമ്മ കാണാൻ പാടില്ലാത്ത കാഴ്ചയാണല്ലോ. മക്കളുടെ മയ്യത്ത് കാണാൻ ഏത് ഉമ്മയ്ക്കാ സാധിക്കോ? തന്റെ ഇളയ മകൻ പടച്ചവനെ കഴുത്ത് വീർ രക്തത്തിൽ കുളിച്ചു മരിച്ചു കിടക്കുന്ന രംഗമാണ് കാണുന്നത്. സുബ്ഹാനല്ലാഹ്, തന്റെ പൊന്നാര മകന്റെ മയ്യത്തിന്റെ മുന്നിലങ്ങ് പിടഞ്ഞു വീഴുകയാ. അല്ലാഹുവേ, കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ചിന്തിക്കുന്നതല്ലാ, ഇത് പടച്ച റബ്ബിന്റെ പരീക്ഷണമാണല്ലോ. എന്റെ ഭർത്താവ് ഇതറിയാൻ പാടില്ല, എന്റെ ഭർത്താവിനോട് ഇത് പറയാൻ പാടില്ല. കാരണം എന്റെ ഭർത്താവിന് സഹിക്കാൻ കഴിയില്ലല്ലോ. റസൂലുള്ളാഹിന് കൊടുക്കാൻ ഭക്ഷണം ഉണ്ടാക്കുകയാണല്ലോ. ഇന്ന് പ്രവാചകൻ വീട്ടിലേക്ക് വരുന്ന ദിവസമാണല്ലോ. അതുകൊണ്ട് എന്റെ ഭർത്താവ് അറിയാൻ പാടില്ല. പ്രവാചകൻ തിരിച്ചു പോകുന്നത് വരെ പറയാ പാടില്ല. ആ പെറ്റുമ്മ തന്റെ പൊന്നാര മകന്റെ ജനാസ കൊണ്ടുപോയി മറച്ചിടുകയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് മുന്നോട്ട് നടക്കുമ്പോ തന്റെ മൂത്ത മകന്റെ ജനാസയാണ് കാണുന്നത്. ആ പൊന്നുമകനെയും എടുത്തുകൊണ്ടുവന്ന് കൂടപ്പറപ്പിന്റെ കൂടെ കിടത്തുകയാ. അവസാന കണ്ണുനീര് തുടച്ചിട്ട് പടച്ചവനെ അടുക്കളയിലേക്ക് കിടന്നു ചെല്ലുകയാണ്. എന്തേ പെണ്ണ്, നിന്റെ മുഖത്തെന്തേ വല്ലാത്ത ഒരു പ്രയാസം? അവിടെ നിന്ന് പറഞ്ഞു ഒന്നുമില്ലോ. ഭർത്താവിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം ഉണ്ടാക്കുകയാ. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് കടന്നു വരുമ്പോ ജിബ്രീൽ വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, പോകുന്ന വീട്ടിൽ രണ്ട് കുട്ടികളുണ്ട് നബിയേ. ഭക്ഷണം കഴിക്കുമ്പോ അവരെ കൂടെ വിളിച്ചിരുത്തിയിട്ടേ കഴിക്കാവൂ നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ജിബ്രീൽ വന്ന് പറഞ്ഞു കൊടുക്കുകയാ. അല്ലാഹുവേ, പ്രവാചകന് കടന്നു വന്നു. ജൗഫർ തങ്ങൾ വീടിന്റെ അകത്ത് വിളിച്ചു കയറ്റി. കഴിക്കാ ഭക്ഷണം എടുത്തു വെച്ചു, കഴിക്കാ ഭക്ഷണം എടുത്തു വെച്ചു. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ജൗഫറേ, മക്കളെവിടെ ജൗഫറേ? മക്കളെ വിളിക്കൂ ജൗഫറേ. ജൗഫർ തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി. റസൂലുള്ളാഹിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ എന്റെ മക്കൾക്ക് ഭാഗ്യം കിട്ടിയല്ലോ. അവിടെ നിന്ന് പറഞ്ഞു, പെണ്ണേ മക്കളെ വിളിക്കൂ. അല്ലാഹുവേ, ഭാര്യയോട് പറയുമ്പോ ഇടിത്തീ പോലെയാണ് ആ വാക്കവിടുത്തെ മനഞ്ചിലേക്ക് തറയ്ക്കുന്നത്. അവിടെ നിന്ന് പറഞ്ഞില്ല, അല്ലാഹുവിന്റെ റസൂലിനോട് ഭക്ഷണം കഴിക്കാൻ പറ. ഭർത്താവ് രണ്ടാമതും പറഞ്ഞു, മക്കളെ വിളിക്കാ. ഇല്ല ജൗഫറേ, മക്കളോട് ഭക്ഷണം കഴിക്കാൻ പറ. മൂന്നാമതും പറഞ്ഞു, റസൂലുള്ളാഹിയാ വിളിക്കുന്നത്, മക്കളെ വിളിക്കൂ. വിളിക്കാതെ വരുമ്പോ ജൗഫർ തങ്ങൾ തന്റെ ഭാര്യയോട് ദേഷ്യപ്പെടുകയാണ്. അവസാനം നിവർത്തിയില്ലാതെ വന്നപ്പോ കയ്യിൽ പിടിച്ചുകൊണ്ട് വീടിന്റെ വെളിയിലേക്ക് കൊണ്ടുപോയിട്ട് പുതച്ചിട്ടിരിക്കുന്ന തുണിയങ്ങ് മാറ്റുമ്പോ ജൗഫർ തങ്ങൾ തന്റെ പൊന്നാര മക്കള് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന കാഴ്ച കാണുമ്പോ അല്ലാഹ് തളർന്നു വീഴുകയാ. മക്കളുടെ മയ്യത്തിന്റെ മുന്നിലിരുന്ന് പൊട്ടിക്കരയുകയാണ്. ആ സമയത്ത് പടച്ചവരെ, പ്രിയപ്പെട്ട ഭാര്യ തന്റെ ഭർത്താവിനോട് ചോദിച്ച ചോദ്യം എന്തെന്നറിയോ?
ഈമാനുള്ള ഒരു പെണ്ണിനെ അത് പറയാൻ കഴിയൂ? ദീനുള്ള ഒരു പെണ്ണിനെ അത് പറയാൻ കഴിയൂ? സ്വന്തം മക്കളുടെ മയ്യത്തിന്റെ മുന്നിലിരുന്ന് കരയുമ്പോ അവിടെന്ന് പറയുന്നു, ജൗഫറേ, അല്ലാഹുവിന്റെ പരീക്ഷണവാ, അല്ലാഹുവിന്റെ പരീക്ഷണവാ. ഇത് നമുക്ക് ക്ഷമിച്ചാ പ്രതിഫലം സ്വർഗമാണ്, ക്ഷമിച്ചാ സ്വർഗമാണ്. അതുകൊണ്ട് എഴുന്നേക്ക്. ഭക്ഷണത്തിന്റെ മുന്നിലിരിക്കുന്നത് അല്ലാഹുവിന്റെ പ്രവാചകരാ. എന്ത് പറഞ്ഞിട്ടും ജൗഫർ തങ്ങൾ കരച്ചിൽ നിർത്തുന്നില്ല. ആ സമയത്ത് ഭാര്യ വിളിക്കുന്നു, ജൗഫറേ, നമ്മുടെ വീടിന്റെ അകത്തിരിക്കുന്നത് ആരെന്നറിയുവോ? അമ്മുമ്മയെക്കാല്, വാപ്പയെക്കാല്, മക്കളെക്കാല്, കൂടപ്പറപ്പിനെക്കാല്, സ്വന്തം ശരീരത്തിനെക്കാല് നമ്മളെ സ്നേഹിക്കേണ്ട പ്രവാചകന് ഭക്ഷണത്തിന്റെ മുന്നിലിരിക്കുമ്പോ സ്വന്തം മക്കളുടെ മയ്യത്തിന്റെ മുന്നിലിരുന്ന് കരയുകയാണോ ജൗഫറേ? എഴുന്നേക്ക്. കണ്ണുനീര് തുടച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ഭക്ഷണം കഴിക്കാൻ പറ. അറിഞ്ഞാ ഈ കഷ്ടപ്പെട്ടത് മുഴുവനും വെറുതെയായി പോകും. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മനസ്സ് വേദനിക്കും. അതുകൊണ്ട് പറയില്ലേ, പ്രവാചകരോട് പറയില്ലേ, ഭക്ഷണം കഴിക്കാൻ പറ. അല്ലാഹു സ്വർഗം തരും, അല്ലാഹു നമുക്ക് സ്വർഗം തരും. ഇന്ന് ക്ഷമിച്ചാ പടച്ചവൻ നമുക്ക് സ്വർഗം തരുമെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, പെങ്ങളെ അങ്ങനെയാകണം പൊന്നുമോള്. ഒരു പരീക്ഷണം ഉണ്ടാകുമ്പോ തകർന്നിരിക്കുന്ന ഭർത്താവിന് ധൈര്യം കൊടുക്കേണ്ടത് നീയാ പൊന്നുമോള്. ചെറുപ്പക്കാരാ, അല്ലാഹു ഒരു പരീക്ഷണം കൊടുക്കുമ്പോ നിന്റെ ഭാര്യയെ സമാധാനിപ്പിക്കേണ്ടത് നീയാണ്, പ്രതിഫലം പറഞ്ഞു കൊടുക്കേണ്ടത് നീയാണ്, ക്ഷമിക്കാൻ പറഞ്ഞു കൊടുക്കേണ്ടത് നീയാണ്. അതുകൊണ്ട് പടച്ചുറപ്പൊരു പരീക്ഷണം തരുമ്പോ ക്ഷമിക്കുന്നവനുണ്ടല്ലോ, അവൻ അല്ലാഹു നാളെ കൊടുക്കുന്ന പ്രതിഫലം വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്. വിചാരണയില്ലാതെ നാളെ സ്വർഗത്തിൽ കിടക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ രണ്ടാമത്തെ വിഭാഗമാരാ? സുമ്മ യഊദു ഫയുനാദിൽ മുനാദി അയ്യുല്ലദീന കാനത് തതജാഫാ ജുനൂബുഹും അനിൽ മളാജി. രണ്ടാമത്തെ വിഭാഗമാരെന്നറിയുവോ? പ്രവാചകരപടന്ന് പറയുകയാ. രണ്ടാമത്തെ വിഭാഗമാരെന്നറിയുവോ? പാതിരാത്രി എല്ലാവരും കിടന്നുറങ്ങുമ്പോ, പാതിരാത്രിയുടെ നിശബ്ദതയിൽ എല്ലാവരും കിടന്നുറങ്ങുമ്പോ എഴുന്നേറ്റ് നിസ്കരിക്കുന്നവനുണ്ടല്ലോ, തഹജ്ജുദ് നിസ്കരിക്കുന്നവനുണ്ടല്ലോ, വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്. അവൻ നാളെ വിചാരണയില്ലാതെ സ്വർഗത്തിൽ കിടക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ